പിന്നെ നമ്മളിന്നൊരു കിണർ വൃത്തിയാക്കാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നിറയെ കാടുണ്ടായിരുന്നേ കിണറിൽ. മൊത്തം പറിച്ച് വൃത്തിയാക്കി. പക്ഷെ അടി ഇടിഞ്ഞു പോകണത് കിണറാണ്. അപ്പോൾ ഒരു കാരണം വെള്ളം കാര്യമായിട്ട് വറ്റിച്ചെന്നാൽ മതി. കാടൊക്കെ പറിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വാരി ക്ലീനാക്കിയാൽ മതി. നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് വലിക്കാണ്ടായിരുന്നു. അപ്പോൾ മണ്ണ് വലിക്കുന്ന ടൈമിലാണ് ഈ തൂണുണ്ടോ, ഒരു 10-60 കൊല്ലം പഴക്കമുള്ളൊരു കിണറാട്ടത്. ഈ തൂണ് ഒറ്റ ഇരിക്കൽ കിണറിന് കയറാൻ നേരമായിരുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിണർ വൃത്തിയാക്കാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. ഇതുപോലത്തെ പഴയ കിണറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊക്കെ ഇടിഞ്ഞു പോകാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഈ കിണർ പണിക്ക് പോകുന്നവരൊക്കെ പരമാവധി ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. എന്തോ വായി കൊണ്ട് കഴിച്ചിട്ടായതപ്പോൾ ഞാനിത് കിണറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീരുവേനി സത്യത്തിൽ. അപ്പോൾ കണ്ടില്ല, ഇതൊരു 10-60 കൊല്ലം പഴക്കമുണ്ടെന്നാണ് ഈ കിണറിന് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, കിണർ പണിക്ക് മഴക്കാലത്ത് കിണർ പണിക്ക് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.